ഓവർലാപ്പ് ആവുന്നുണ്ട്. ഒരു സെഗ്മെന്റ് മറ്റൊരു സെഗ്മെന്റിൽ വന്നിട്ട് ഓവർലാപ്പ് ആവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഇഷ്യൂസ് അതാണ്. പിന്നെ അതുപോലെ തന്നെ ടാക്സ് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ്. സോ അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും സെഗ്മെന്റേഷന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സെഗ്മെന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടാക്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. അവർക്ക് ട്രെയിനിങ് സെഷൻസ് അറേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളുടെ എന്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ സിറാജ് ചോദിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. നമുക്കൊരു ട്രെയിനിങ് സെഷനും കൂടി അറേഞ്ച് ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെ ലാസ്റ്റ്ലി മെയിൻ ആയിട്ട് ഡെയിലി 30 മിനിറ്റ്സ് മസ്റ്റ് ആണ്. ടാർഗറ്റ് മസ്റ്റ് ആണ്. ഇത്രയാണ് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സിറാജിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ നമുക്ക് ക്ലിയർ ചെയ്യാം. എനിക്ക് ഏതോ 1-2 കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡൗട്ട്സ് ചോദിച്ച്. പക്ഷെ എനിക്കത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി നിങ്ങൾക്ക് പിന്നെ സിമ്പിൾ ആയിട്ട് സെഗ്മെന്റേഷൻ ചെയ്യുന്നത് ഒരു ഡെമോ പോലെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? പലർക്കും ഇപ്പോഴും എസ്പെഷ്യലി പുതിയ ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ട് എങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നെന്നുള്ളത്. ഓക്കെ, സെഗ്മെന്റേഷനിലല്ലേ? അതെ. ഏറ്റവും കൂടുതൽ പിന്നെ കോംപ്ലിക്കേഷൻസ് വരുന്നത് സെഗ്മെന്റേഷനിലാണ്. അപ്പൊ നമ്മളതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് കൂടുതലും ചെയ്യിക്കാറുള്ളത്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സെഗ്മെന്റേഷൻ ചെയ്യും, പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ പിന്നെ എന്താണ് പുതിയ ആൾക്കാർക്കല്ല, അധികം ഇങ്ങനെ ട്രെയിൻഡ് ആവാത്ത ആൾക്കാർക്ക് ട്രാൻസ്ക്രിപ്ഷൻ പാർട്ടും കൊടുക്കും. ഇതിൽ വരുന്ന ഒരു ഇഷ്യൂ എന്തായിരിക്കും വെച്ചാല്, ഇവർ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുമ്പം ഇവർ ഈ സെഗ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഈ സെഗ്മെന്റ്സ് അഡ്ജസ്റ്റ് ആവുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുകയും മറ്റൊരു സെഗ്മെന്റിൽ ഓവർലാപ്പ് ആവുന്നതായിരിക്കാം മെയിൻ ആയിട്ട് ഈ ഓവർലാപ്പിംഗ് സെഗ്മെന്റിന് ഇഷ്യൂ വരുന്നത്. അങ്ങനെയും ചാൻസ് ഉണ്ട് അല്ലേ? അങ്ങനെയും ചാൻസ് ഉണ്ട്. സെഗ്മെന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിട്ടല്ല എങ്കിൽ സെഗ്മെന്റ്സ് മൂവ് ആവും. ശ്രദ്ധിക്കാൻ പറയാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവേ. ഇന്നത്തെ ലേബല് ഐഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് സാർ അത് ചോദിക്കണമായിരുന്നു. എന്റെ കയ്യിൽ ഐഡി ഇല്ല. ഞാൻ ഇപ്പം തരാം. ഒരു ഓക്കെ, ഞാനൊരു ഫയലിലെ സെഗ്മെന്റേഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ. എന്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? സാർ ഇതിൽ ഫയൽസ് അസൈൻഡ് അല്ല.
അതിൽ ഫയൽസ് അസൈൻഡ് അല്ലേ? അല്ല, ഇതിൽ ഫയൽസ് അസൈൻഡ് അല്ല. ഒരു മിനിറ്റ് അവിടെ തന്നെ ഇപ്പൊ ഞാൻ റെഡിയാക്കാം. ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് ഓക്കെ. വൺ സെക്കൻഡ്, എൻ്റെ നെറ്റ്വർക്ക് ഡൗൺ ആണ്. ഞാൻ ഒന്ന് വൈഫൈ കണക്ട് ചെയ്തോട്ടെ. ഓക്കെ. സാർ, എനിക്കിത് ലോഡ് ആവുന്നില്ല. എൻ്റെ വൈഫൈ കണക്ട് ആവുന്നില്ല. കറണ്ട് പോയി. പിന്നെ നിത്യ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. നിത്യക്ക് പറയാം. ഓക്കെ സാർ, ഞാൻ പറയാം.
നമുക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓവർലാപ്പിംഗ് സെഗ്മെന്റ് കാണിച്ചു കൊടുക്കണോ? ഹലോ അനിത്യ ഓവർലാപ്പ് അതായത് ഓവർലാപ്പ് ആവുന്നത് ഈ സെഗ്മെന്റ്സ് ഒരുപാട് സെഗ്മെന്റ്സ് ചെറിയ ചെറിയ ഓവർലാപ്പ് ആണോ അതോ ഫുൾ സെഗ്മെന്റിൽ ഓവർലാപ്പ് ആണോ ഇവർക്ക് വരുന്നത്? എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും നമുക്ക്? അതായത് എനിക്ക് തോന്നുന്നു ഇവർ ക്ലിക്ക് ചെയ്യുമ്പോൾ സെഗ്മെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെഗ്മെന്റ് മൂവ് ആയിട്ട് ഒന്നിന് മേളിലേക്ക് ഓവർലാപ്പ് ആകുന്നതാവാനാണ് സാധ്യത. ഓക്കെ ഓക്കെ, അതെ, അതാണ് കൂടുതലും. ഞാൻ പറഞ്ഞില്ലേ, ഈ സെഗ്മെന്റേഷനും ട്രാൻസ്ക്രിപ്ഷനും വേറെ വേറെ ചെയ്യുന്ന ഫയൽസിലാണെന്ന് തോന്നുന്നു കൂടുതൽ ഈ ഇഷ്യൂ വരുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ടിപ്സ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെ? അതിൽ കെയർഫുൾ ആയിരിക്കുക. മാക്സിമം സെഗ്മെന്റിനുള്ളിൽ ക്ലിക്ക് ചെയ്യാതെ ആരോസ് യൂസ് ചെയ്യുക. ആരോസ് യൂസ് ചെയ്യുക അല്ലേ? അതായത് ഈ പ്ലേ ബട്ടന്റെ അടുത്തായിട്ട് 2 ആരോസ് ഉണ്ടല്ലോ, ആ ആരോസ് യൂസ് ചെയ്ത് തന്നെ ബാക്ക്വേർഡ് ഫോർവേഡ് പോവുക. സെഗ്മെന്റിനകത്ത് ക്ലിക്ക് ചെയ്യുന്നത് കൂടുതലും ഒഴിവാക്കുക. ഓക്കെ ഓക്കെ. പിന്നെ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കുറച്ച് കെയർഫുൾ ആയിരിക്കാൻ പറയാം അവരോട്. ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വേറെ സെഗ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് ടൈപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യും, നെക്സ്റ്റ് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് പോകാവുള്ളൂ. ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തു, ടൈം നോക്കുക, അത് കറക്റ്റ് പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നെക്സ്റ്റ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, അതിന്റെ ടൈമും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണെന്ന് കൺഫേം ചെയ്തതിന് സെഗ്മെന്റേഷൻ ട്രാൻസ്ക്രിപ്ഷനും ഒരുമിച്ച് ചെയ്യുക. ആദ്യം ത്രൂ ഔട്ട് ഫയൽ സെഗ്മെന്റ് ചെയ്യാതെ അല്ലേ? അതെ, ത്രൂ ഔട്ട് ചെയ്യാതെ ചെയ്യുമ്പം ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, അത് ടൈപ്പ് ചെയ്യുക, അത് കംപ്ലീറ്റ് ആ ഒരു സെഗ്മെന്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ടൈം ഓക്കെ ആണെന്ന് കൺഫേം ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്താണ് പറയുന്നത് കേട്ട് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. ആ ഒരു സെഗ്മെന്റ് പോർഷൻ ഫുള്ളായി തീർത്തതിന് ശേഷം കൺഫേം ചെയ്യുക അത് ഓക്കെ ആയിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി കൺഫേം ചെയ്ത ശേഷം നെക്സ്റ്റ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ പോകുമ്പോൾ എറേഴ്സ് കൂടുതലും കുറയും. ഇടയിൽ ഈ ഒരു സെഗ്മെന്റ് ഓവർലാപ്പ് ആവുന്നത് അപ്പൊ നമ്മുടെ ശ്രദ്ധയെ പെട്ടെന്ന് പെടും. അപ്പം ചെറിയ ചെറിയ അടുത്തടുത്ത് തന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണല്ലോ. അപ്പൊ നമുക്ക് സെഗ്മെന്റ് ഓവർലാപ്പ് ആയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് എങ്ങനെയാണ് ഈ ഓവർലാപ്പ് വരുന്നത് സാർ അതൊന്ന് കാണിച്ചു കൊടുക്കൂ. എങ്ങനെയാണ് സാർ എനിക്ക് ഈ രണ്ട് സെഗ്മെന്റ്സിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിന് അങ്ങനെ എന്തെങ്കിലും ഒരു മിനിമം മാക്സിമം അങ്ങനെ എന്തെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടോ? സാർ പുതിയ ഇതിൽ അങ്ങനെ എന്തെങ്കിലും റൂൾസിലുണ്ടോ? ഇല്ലല്ലോ, ഫസ്റ്റിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നല്ലോ. എന്ത് റൂൾ?
അതായത് സെഗ്മെന്റ്സിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇത്ര മില്ലി സെക്കൻഡ് വേണം അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് വേണം, അങ്ങനെ എന്തെങ്കിലും റൂൾസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ റൂൾസ് ഒന്നും. ഓക്കെ, നമ്മൾ സൂം ചെയ്തിട്ടാണല്ലോ കൂടുതലും ഫയൽ ചെയ്യുന്നത്. എല്ലാവരും തന്നെ നന്നായിട്ട് എത്ര നന്നായിട്ട് സൂം ചെയ്യുന്നോ അത്രയും അവർക്ക് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ആ ഒരു സൂം ചെയ്തിടുമ്പം ആ ഒരു മിനിമം നമുക്ക് എത്ര സെഗ്മെന്റ് ടച്ച് ആവാത്ത രീതിയിൽ എങ്ങനെ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ലെങ്ത് ഇട്ട് മാത്രം സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. സൂം ഔട്ട് ആകുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഓക്കെ. നിത്യം ഒന്ന് കാണിച്ചു കൊടുക്കും അവർക്ക് എങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നതെന്നൊക്കെ, എന്ത് ഇഷ്യൂ ഉണ്ടാണെന്ന് എങ്ങനെ അവർക്ക് അറിയാൻ പറ്റുമെന്നുള്ളതെന്ന് കാണിച്ചു കൊടുക്കും. ലാപ്പ് കംപ്ലീറ്റ് സ്റ്റക്കായി. ഒരു കാര്യം ചെയ്താൽ മതി, അതൊരു റെക്കോർഡഡ് വീഡിയോ ആയിട്ട് പിന്നെ അയച്ചു തന്നാൽ മതി, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളാം. ഓക്കെ, എനിക്കിത് ലേബിൾ പ്ലാറ്റ്ഫോം ഓക്കെ നോ പ്രോബ്ലം, ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇതിൽ ഫസ്റ്റ് സ്പീക്കർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിപ്പം ഓൾറെഡി ഞാൻ ക്ലിക്ക് ചെയ്തെടുത്ത് ഒരു സെഗ്മെന്റ്, ഈ ഫസ്റ്റിലത്തെ ഈ വര തന്നെ ഒരു സെഗ്മെന്റ് ആണ്. അത് ഞാൻ ഓൾറെഡി ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അതൊരു വരയായിട്ട് ഉണ്ടാവുള്ളൂ. അത് അവോയ്ഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് അവിടെ ഒരു സെഗ്മെന്റ് ആയിട്ട് തന്നെ ഉണ്ടാകും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ആരോ വരും, അതിനെ ഡ്രാഗ് ചെയ്ത് സെഗ്മെന്റിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റിൽ തൊട്ട് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഈ ഒരു സെഗ്മെന്റിൽ സ്പീക്കർ ഇവിടെ വരെ ഫസ്റ്റ് സ്പീക്കർ ആണ്. സോ ഫസ്റ്റിൽ തൊട്ട് ഈ ഒരു സ്പീക്കർ എൻഡ് ആവുന്നത് വരെ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഈ ഒരു സെഗ്മെന്റിന്റെ ടൈം ചെക്ക് ചെയ്യുന്നു. സെഗ്മെന്റിന്റെ ടൈം ഓക്കെയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ താഴെ ടൈപ്പ് ചെയ്യാനുള്ള ബോക്സ് വരും. അതിൽ എന്താണോ സ്പീക്കർ പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. സോ ഈ ഒരു സെഗ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇത് കൺഫേം ചെയ്തു ഒന്നുകൂടി വേണമെങ്കിൽ കേട്ടു നോക്കുക. ഈ ആരോസ് യൂസ് ചെയ്ത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ആരോസ് യൂസ് ചെയ്യുക. സെഗ്മെന്റിനകത്ത് ക്ലിക്ക് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക. ഓൾറെഡി നമ്മൾ സെഗ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യും. അതിനുശേഷം ഈ ആരോസ് യൂസ് ചെയ്താൽ നമുക്ക് എവിടെയാണ് ഇടയ്ക്ക് പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പ്ലേ ചെയ്യാവുന്നതാണ്. ഫസ്റ്റിൽ നമ്മൾ ഇവിടെ ഒരു സൈലന്റ് പോർഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ 3 ഡോട്ട്സ് കൊടുക്കുന്നു. പിന്നെ ഇവര് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഈ 3 ഡോട്ട്സിന് രണ്ട് സൈഡിലും. അത് ആവശ്യമില്ലല്ലോ അല്ലേ? അതിന്റെ ആവശ്യമില്ല, നമ്മളത് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഒരു 3 ഡോട്ട്സ് ഇടുക, ഡോട്ട്സിന് ശേഷം വേർഡ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ സ്പേസ് ഉണ്ടായിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത് ഓവർലാപ്പിംഗ് സെഗ്മെന്റുകൾ നമ്മൾ ഇടയിൽ ടൈപ്പ് ചെയ്യുമല്ലോ. ഇവിടെ ഒന്നാമത്തെ സ്പീക്കർ ഹലോ പറയുന്ന കൂടെ തന്നെ രണ്ടാമത്തെ സ്പീക്കറും കൂടെ ഹലോ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആണെങ്കിൽ സോ നമ്മൾ അവിടെ ഈ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതും സ്പേസിന് ശേഷം. സ്ക്വയർ ബ്രാക്കറ്റ് ആണോ? സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഓക്കേ, അവിടെ മാത്രമാണ് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് മറ്റ് ബ്രാക്കറ്റ്സുകൾ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടാഗിലാണ്. അത് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് അങ്ങനെ തന്നെ നമുക്ക് ടാഗിന്റെ ഷീറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ ഡോക്യുമെന്റ്, അതിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഒന്നാമത്തെ സെഗ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കേട്ട് നോക്കും. അടുത്ത സെഗ്മെന്റ് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, തൊട്ടടുത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സ്പീക്കർ സെലക്ട് ചെയ്യുക. ദെൻ ഏറ്റവും അടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓവർലാപ്പ് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ കുറച്ച് നീക്കി ഇവിടെ നിന്ന് ഇച്ചിരി സൈഡ് മാറ്റി വെച്ചിട്ട് സെലക്ട് ചെയ്ത ശേഷം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഓവർലാപ്പ് കുറയ്ക്കാനും സെഗ്മെന്റ് തമ്മിലുള്ള അകലം തീരെ കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് സെഗ്മെന്റുകൾ അടുത്തത് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നത്. ഈ രണ്ട് സെഗ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ടൈപ്പ് ചെയ്തു, ഇതിന്റെ ടൈം എല്ലാം കൃത്യമാണോ എന്ന് കൺഫേം ചെയ്തു. ഈ സെഗ്മെന്റിന്റെ ഫസ്റ്റിലോ ലാസ്റ്റിലോ ഉള്ള വരയിൽ ഈ ഒരു ലൈൻസിൽ കൊണ്ട് നമ്മുടെ കഴ്സർ വെച്ച് കഴിയുമ്പോൾ നമുക്ക് 2 ബോക്സുകൾ കാണാൻ പറ്റും. അതിൽ സെക്കൻഡിൽ വരുന്ന ബോക്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സെഗ്മെന്റിന്റെ ടൈം ഡ്യൂറേഷൻ എത്രയാണെന്ന് കാണിക്കുന്നത്. സോ ഇതൊരു 1 സെക്കൻഡ് മാത്രമേ ഉള്ളൊരു ചെറിയ സെഗ്മെന്റ് ആണ്. ഇതിന്റെ ടൈം ഡ്യൂറേഷൻ ആണ് 0.02 to 0.03 എന്നുള്ളത്. ആ ഒരു മില്ലി സെക്കൻഡ് തൊട്ട് 3 വരെയുള്ള മില്ലി സെക്കൻഡ് ആണ് നമ്മുടെ ഈ ഒരു
സെഗ്മെന്റിന് ഡ്യൂറേഷൻ എന്നുള്ളത്. ഓരോ സെഗ്മെന്റും ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെഗ്മെന്റിന്റെ ഡ്യൂറേഷൻ കൃത്യമായിട്ട് നോക്കി കൺഫേം ചെയ്യുക. അതിനുശേഷം ഇത് ടൈപ്പ് ചെയ്ത് ഓരോ സെഗ്മെന്റും നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കൺഫേം ചെയ്യുക ഇത് കറക്റ്റ് ആണ്, നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണെന്ന് ഒന്നുകൂടി കേട്ട് നോക്കുക. അടുത്ത സെഗ്മെന്റുമായിട്ട് ഇത് ഓവർലാപ്പ് ആയിട്ടില്ല എന്നുകൂടി കൺഫേം ചെയ്യുക. ഇതിൽ പിന്നെ വരുന്നൊരു ചാൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സെഗ്മെന്റുകളിൽ 2 or 3 തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെഗ്മെന്റ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ആകുന്നതാവാനാണ് കൂടുതലും ഓവർലാപ്പിംഗ് സെഗ്മെന്റ്സ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത്. ഓക്കെ. അതിന് ആരോസ് സെഗ്മെന്റ്സിൽ കൊണ്ട് മാത്രം എന്താണ് ഇതിന്റെ കൺട്രോളിങ് ചെയ്യുക, സെഗ്മെന്റ്സ് കൺട്രോൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക കൂടുതലും അല്ലേ? ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ക്ലിക്ക് ചെയ്തത് ഇതിനകത്ത് ഡബിൾ പ്ലേ ചെയ്യുന്നവരുണ്ടാകാം. കാരണം ഈ ഒരു സെഗ്മെന്റ് പ്ലേ ചെയ്യാൻ, ഈ ഒരു സെഗ്മെന്റ് മാത്രമായിട്ട് പ്ലേ ചെയ്യാൻ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു സെഗ്മെന്റും അടുത്ത സെഗ്മെന്റും തമ്മിലുള്ള അകലം തീരെ ചെറുതാണ്. ഈ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് നമുക്ക് ഓൾറെഡി സെഗ്മെന്റിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മൂവ് ആകാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പം ചെറിയൊരു ക്ലിക്കിലാണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് എങ്കിൽ സെഗ്മെന്റ്സ് മൂവ് ആകാനും അടുത്ത സെഗ്മെന്റിലേക്ക് അത് ഓവർലാപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തായാലും ഫയൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യണം. ഓവർലാപ്സ് ഓവറോൾ ഫുൾ ഫയൽ ചെക്ക് ചെയ്യുക. നമ്മൾ എവിടെയെങ്കിലും മിസ് ആയിട്ടുണ്ടോന്ന് നമ്മൾ എന്താണ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു എറർ ബോക്സ് കാണിച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഒന്നുകൂടി ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഫുൾ സൂമിൽ ഇട്ടിട്ട് തന്നെ, സൂം ഔട്ട് ചെയ്തിട്ടല്ല, ഫുൾ സൂമിൽ ഇട്ടിട്ട് തന്നെ ഫയൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഓവറോൾ ആ ഒരു സെഗ്മെന്റ് കംപ്ലീറ്റ് നോക്കാൻ പറയുക. കാരണം നമ്മൾ ചെയ്യുന്ന ഫയൽ നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അതിൽ ഓവർലാപ്പ് ഇല്ലെന്ന് ഉറപ്പാക്കുക. അതുപോലെ എവിടെയെങ്കിലും ചിലപ്പം വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഈ ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്ത് മറ്റൊരു സെഗ്മെന്റ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, പക്ഷെ ഈ സെഗ്മെന്റിന്റെ നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത സെഗ്മെന്റിന്റെയും കൂടെ ഈ ഒരു ബോക്സിന് ഇവിടെ അല്ലെങ്കിൽ ഇതിന്റെ താഴെ ടൈപ്പ് ചെയ്ത് വെക്കും. ഇതിൽ തന്നെ നെക്സ്റ്റ് സെഗ്മെന്റിന്റെ കൂടെ ടൈപ്പ് ചെയ്ത് വെക്കുകയും ദെൻ ഈ സെഗ്മെന്റ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഒരു ബ്ലാങ്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഒരു കുത്ത് എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് പോകും. അപ്പൊ നമ്മളിത് ചെയ്യുന്ന ടൈമിൽ ഇത് ബ്ലാങ്ക് സെഗ്മെന്റ് ഇവിടെ ഉണ്ടെന്ന് കാണിക്കുകയില്ല, നമ്മൾ ചെയ്ത തൊട്ട് എററുമാണ്. അതുകൊണ്ട് ഓരോ സെഗ്മെന്റും ചെയ്ത് തീർത്ത് അടുത്ത സെഗ്മെന്റിലേക്ക് പോവുക എന്നത് മാത്രമാണ് എറർ വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ വന്ന ബാച്ച് എന്ന് പറഞ്ഞത് ബാച്ച് 1 and 2 സെയിം റൂൾസ് അല്ലേ? സെയിം തന്നെയാണ്, റൂൾസിലൊന്നും മാറ്റമില്ല. അല്ല, ലാസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് പിന്നെ മോണോ സ്പീക്കർ ആയിരുന്നു, അതായത് അത് സ്പീക്കർ ചേഞ്ച് വന്നിരുന്നല്ലോ. ഇതിപ്പം സെയിം തന്നെ ഡബിൾ സ്പീക്കർ ഫയലാണ്. ഡബിൾ സ്പീക്കർ ഫയലാണ് വരുന്നത്. മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അത് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ സെയിം റൂൾസ് തന്നെയാണ്, ടാഗുകളെല്ലാം സെയിം ആണ്. ഇതിൽ ഓവർലാപ്പിംഗ്, അതായത് സ്പീക്കേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ ഓവർലാപ്പിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അവിടെ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കി അല്ലാത്തടത്തെല്ലാം തന്നെ ഓവർലാപ്പ് ആകാത്ത രീതിയിൽ. സെഗ്മെന്റേഷനിൽ മെയിൻ ആയിട്ട് വരുന്ന എറേഴ്സ് ഓവർലാപ്പിംഗ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ടൈപ്പിംഗിൽ വരുന്നത് ഓവർലാപ്പിങ്ങുകൾ വരുന്നത് ചെറിയ സ്പേസിലാണെങ്കിൽ പോലും സിംഗിൾ ആയിട്ട് ഒരു സ്പീക്കറുടെ സൗണ്ട് കേൾക്കുന്നത് ഓവർലാപ്പ് കൊടുക്കരുത്, അത് സെപ്പറേറ്റ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. അതിപ്പം ചെറിയൊരു സ്പേസ് ആയിരിക്കും, ഈ ഇവിടുന്ന് ഇത്ര ഒരു സ്പേസിലായിരിക്കും സെക്കൻഡ് സ്പീക്കർ സംസാരിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നാമത്തെ സ്പീക്കർ എൻഡ് ചെയ്ത് രണ്ടാമത്തെ സ്പീക്കർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് അവർ സംസാരമെങ്കിൽ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടും. നമുക്കിവിടെ സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സ്പേസിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വേവ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും എവിടെ നിന്നാണ് സ്പീക്ക് സ്റ്റാർട്ട് ആവുന്നത്, എവിടെയാണ് സ്പീക്ക് എൻഡ് ആവുന്നതെന്ന് ഈ ഒരു വേവ്സിന്റെ വിട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു 2 ഫയലൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്കത് മനസ്സിലാക്കാവുന്ന ഒരു രീതിയിലേക്കാവും. അതനുസരിച്ച് നമുക്ക് ചെറിയ സെഗ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം കേട്ടോ. ഈ ഓവർലാപ്പ് ചെയ്ത ഡയലോഗ് വരുമല്ലേ, നമ്മള് സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് മറ്റേ ഓവർലാപ്പ് ചെയ്ത ഡയലോഗ് ആഡ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പിന്നെയാണോ ടാഗ് ആഡ് ചെയ്യേണ്ടത്? ഇല്ല, ഓവർലാപ്പ് നമ്മൾ ഒന്നുകിൽ ടാഗ് അല്ലെങ്കിൽ ടൈപ്പിംഗ്, ഇത് രണ്ടും ഒന്നിച്ച് യൂസ് ചെയ്യില്ല. ഇപ്പം നമുക്ക് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പം ഓവർലാപ്പിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം ഒന്നാമത്തെ സ്പീക്കർ എവിടെയാടാന്ന് ചോദിക്കുന്നു, പക്ഷെ അതിന്റെ ഇടയ്ക്ക് തന്നെ സെക്കൻഡ് സ്പീക്കർ സംസാരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇതിനിടയ്ക്ക് ഞാനിപ്പോൾ മലയാളം അല്ലാട്ടോ ഇംഗ്ലീഷാണ് ടൈപ്പ് ചെയ്യുന്നത്. സോ ഇതിനിടയ്ക്ക് ഇപ്പം ഈ എവിടെയാടാന്ന് ചോദിക്കുന്നു, ആ ഒപ്പം തന്നെ സെക്കൻഡ് സ്പീക്കർ അവിടെ സംസാരിക്കുന്നു.
നീ എവിടെയാണെന്ന് ചോദിക്കുന്നു. പക്ഷെ നമുക്കത് ക്ലിയർ ആയിട്ട് രണ്ടുപേര് സംസാരിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. ഈ എവിടെയാടാന്ന് ചോദിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെയാണ് സെക്കൻഡ് സ്പീക്കർ ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് സെപ്പറേറ്റ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ അതിനെ ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സ്പേസിന് ശേഷം സെക്കൻഡ് സ്പീക്കർ ഫസ്റ്റ് സ്പീക്കർ എന്താണോ അവിടെ ബാക്കി സംസാരിച്ചിരിക്കുന്നത് അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. എവിടെയാടാന്ന് ചോദിക്കുന്നു. എവിടെയാടാ, ഞാൻ ഇവിടെ ഉണ്ടെന്നാണ് ഒന്നാമത്തെ സ്പീക്കർ പറയുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ആള് കയറിയിട്ട് ഇടയ്ക്ക് പറയാണ് നീ എവിടെയാന്ന് ചോദിക്കുന്നു. ഇതപ്പോ രണ്ടോട് ഒന്നിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് സ്പീക്കർ എന്താണോ, ആദ്യത്തെ ആൾ എന്താണോ വീണ്ടും സംസാരിച്ചത് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ടൈപ്പിംഗ് ക്ലോസ് ചെയ്യുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ഈ പറയുന്ന ഒരു ഓവർലാപ്പിംഗ് സ്പീച്ച് നമുക്ക് ക്ലിയർ ആകുന്നില്ല എങ്കിൽ, ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ഒരാൾ പറയുന്നത് നമുക്ക് ക്ലിയർ ആകുന്നില്ല എങ്കിൽ നമുക്ക് ഇവിടെ ഓവർലാപ്പിന്റെ ടാഗ് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടുപേരും പറയുന്നത് ഒന്നിച്ച് നമുക്ക് ഇത്രയും മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഓവർലാപ്പിന്റെ ടാഗ് കൊടുക്കും. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കോപ്പി പേസ്റ്റ് ചെയ്യുക, ഒരിക്കലും ടൈപ്പ് ചെയ്യുക, ഒരിക്കലും ടാഗ് ടൈപ്പ് ചെയ്യരുത്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതിലുള്ള പോലെ ആവണമെന്നില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്രാക്കറ്റിന് ഇടയിൽ സ്പേസ് വരാം, അവിടെ എറർ വരാൻ ചാൻസ് ഉണ്ട്. ടാഗ് നമ്മൾ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിന്ന് അങ്ങനെ തന്നെ ടാഗ് കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ വരുന്നത് ഈ ഒരു ഓവർലാപ്പിംഗ് 3 സെക്കൻഡ്സിന് മുകളിലോട്ട് ലെങ്ത്തിൽ രണ്ടുപേരും ഒരേപോലെ ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കുന്ന കേസസിൽ നമ്മളത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്കിവിടെ ഓവർലാപ്പിന്റെ ടാഗ് മാത്രം കൊടുത്താൽ മതി. അതായത് 3 സെക്കൻഡിന് മുകളിലോട്ട് അങ്ങനെയുള്ള ഓവർലാപ്പുകൾ വരാൻ വളരെ ചാൻസ് കുറവാണ്. ചെറിയ ചെറിയ ഓവർലാപ്പിങ്ങുകളൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു പർപ്പസിനായിട്ട് റെക്കോർഡ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇതിന് ചെറിയ ചെറിയ ഓവർലാപ്പിങ്ങുകൾ ഉണ്ടാവും. അങ്ങനെ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ടാഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണോ? ഓവർലാപ്പിംഗ് ക്ലിയർ ആണോ? ഹലോ നാഫി, ഡൗട്ട് ക്ലിയർ ആണോ? ക്ലിയർ. ഇപ്പം രണ്ട് സ്പീക്കേഴ്സ് സംസാരിക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു എന്നൊരു സൗണ്ട് മാത്രമാണ് വന്നത്. അതായത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് ഇപ്പം സിറാജ് എന്ന് വെക്കുന്നു. പക്ഷെ ഇത് ഇടയ്ക്കാണ് സ്പേസിൽ വന്നു. പക്ഷെ അത് ഞാൻ പറയുമ്പോഴല്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ്. ഇത് നമ്മൾ ഒരിക്കലും ഓവർലാപ്പ് കൊടുക്കരുത്. നമ്മൾ ചിലപ്പോൾ ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള മടി കാരണം കൊടുക്കും, അത് ഓവർലാപ്പ് കൊടുക്കും. അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ചെയ്യരുത്. അത് ചെറുതാണെങ്കിൽ പോലും നമ്മളൊരു സെപ്പറേറ്റ് സെഗ്മെന്റ് മസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഓർക്കും ചെറിയൊരു വേർഡ് അല്ലേ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലെറ്റർ അല്ലേ, അതിന് നമ്മളൊരു സെപ്പറേറ്റ് സെഗ്മെന്റിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കരുത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സിറാജിന്റെ ടീമിൽ നിന്ന്. പക്ഷെ ഒരുപാട് മെസ്സേജ് വന്നപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാൻ പറയണേ, ചിലപ്പോൾ മെസ്സേജ് കാണണമെന്നില്ല. കാണുന്നതിന് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കുട്ടി ചോദിച്ചിരുന്നു, ഞാൻ ഞായറാഴ്ച കോൺടാക്ട് ചെയ്യാൻ തോന്നിയ വിഷയം മറന്നുപോയി. എന്തായാലും അതൊക്കെ ലാസ്റ്റ് ബാച്ചിലെ പിന്നെ ഡൗട്ട്സ് ആയിരിക്കണം. ഇപ്പൊ പുതിയ ബാച്ച് ആണല്ലോ. ഓക്കെ. സോ അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടാഗുകൾ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടാഗുകൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ഷീറ്റിൽ പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്യുക. സെഗ്മെന്റേഷന്റെ കാര്യത്തിൽ പ്രത്യേകം കെയർഫുൾ ആയിരിക്കുക. സെഗ്മെന്റ്സ് ഓവർലാപ്പ് ആയിട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. ഡെയിലി 30 മിനിറ്റ്സ് ടാർഗറ്റ് മാക്സിമം ട്രൈ ചെയ്യുക. അതുപോലെ ടൈപ്പിങ്ങിലെ ക്വാളിറ്റി എന്താണോ സ്പീക്കർ പറയുന്നത് അത് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ടൈപ്പിങ്ങിൽ എറേഴ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പങ്ക്ച്വേഷൻസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. പങ്ക്ച്വേഷൻ മീൻസ് രണ്ട് പങ്ക്ച്വേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? ഇല്ല, ലാസ്റ്റ്ലി പറഞ്ഞ നമുക്ക് പങ്ക്ച്വേഷൻസ് എല്ലാം യൂസ് ചെയ്യാമെന്നാണ്. ആണോ? വിജിലി എന്താ ചോദിച്ചിരുന്നു? ഫുൾ സ്റ്റോപ്പ് ആൻഡ് ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തത്. ഇതുവരെ നമ്മൾ അതായിരുന്നു യൂസ് ചെയ്തത്. ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ പറയാം. ലാസ്റ്റ്ലി സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് പങ്ക്ച്വേഷൻസ് എല്ലാം യൂസ് ചെയ്യാമെന്നായിരുന്നു. അതായത് ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ്, കോമ എല്ലാം യൂസ് ചെയ്യാമെന്നാണ്. ഞാൻ ഒന്നുകൂടി ഇത് കൺഫേം ചെയ്തിട്ട് സിരാജ് സാറിന് പറഞ്ഞോളാം. ഓ ശരി ശരി. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ശരി ശരി, ഓക്കെ എന്നാൽ. താങ്ക് യു. താങ്ക് യു.